ബുക്ക് ഇൻസൈറ്റ് പോസിബിലിറ്റീസ് ഇൻ അഡ്വേഴ്സിറ്റീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ചാപ്റ്റർ 6-ലെ 9 C's ഓഫ് സക്സസിൻ്റെ ആദ്യ ഭാഗമായ ക്യൂരിയോസിറ്റി എന്ന ചാപ്റ്ററിനെ കുറിച്ചായിരുന്നു. ഈ ക്യൂരിയോസിറ്റി ആണ് നമ്മുടെ ജീവിതത്തെ പുതിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്നതും പുതിയ തലങ്ങൾ കീഴടക്കാൻ പ്രേരിപ്പിക്കുന്നതൊക്കെയാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ക്യൂരിയോസിറ്റിന് മറ്റൊരു പ്രയോജനമുണ്ട്. ഈ ക്യൂരിയോസിറ്റി ഉള്ള ഒരാൾ പുതിയത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ ശ്രമിക്കും. അത് നമുക്ക് ബെറ്റർ പ്ലാനിങ്ങിന് നമ്മളെ സഹായിക്കും. ഈ പ്ലാനിങ് തീർച്ചയായിട്ടും പ്ലാനിങ്ങാണ് നമ്മുടെ ലൈഫിനെ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് പ്ലാൻ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ലോങ് പ്ലാനിങ്ങിനെ കുറിച്ചല്ല പറയുന്നത്, ആവശ്യമായ പ്ലാനിങ് ആവശ്യമാണ്. ചില ആളുകൾ ജീവിതത്തിൽ സക്സസ് ആവാത്തതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ പ്ലാനിങ് മാത്രമേ ഉള്ളൂ. ദർ ആർ പ്ലെൻറ്റി ഓഫ് പ്ലാനേഴ്സ് ഹാർഡ്ലി എനി ഡൂവേഴ്സ് എന്നാണ്. ഒരുപാട് പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്യണമെന്നല്ല, പക്ഷേ ക്യൂരിയോസിറ്റി ഉള്ള ആളുകൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സ്റ്റെപ്പുകൾ പ്ലാൻ ചെയ്യാൻ ഈ ക്യൂരിയോസിറ്റി നമ്മളെ സഹായിക്കും. അപ്പോൾ അവർ പലതും ചിന്തിക്കും, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം കണ്ടെത്താൻ അവർ സഹായിക്കും. അപ്പം ഈ ക്യൂരിയോസിറ്റി നമ്മുടെ പ്ലാനിങ്ങിലും വളരെയേറെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ ചാപ്റ്റർ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ക്യൂരിയസ് ആയിട്ട് പലരോടും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആളുകൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും. പക്ഷേ പലരും ഇന്ന് ഈ ക്രിട്ടിസിസം അല്ലെങ്കിൽ അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കൊണ്ട് ഡിസപ്പോയിൻ്റ് ആയിട്ട് ഫർദർ പരിശ്രമിക്കാത്തൊരവസ്ഥയുണ്ട്. അപ്പം എങ്ങനെ ക്രിട്ടിസിസത്തെ ഓവർകം ചെയ്യണം? അപ്പോൾ ഈ ക്രിറ്റിസിസം നല്ലതാണ്. ആക്ച്വലി ഒരാൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ക്രിറ്റിസിസം നമ്മളെ സ്വയം പരിശോധനയ്ക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് തരുന്നതെന്ന് നമ്മൾ കാണുകയാണെങ്കിൽ ഈ ക്രിറ്റിസിസം ഒന്നും ഈ വിമർശനങ്ങൾ നമ്മളെ ഒരിക്കലും തളർത്താൻ പോകുന്നില്ല. അപ്പോൾ ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, ഈ വിമർശനം എന്നെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ച് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ബാഹ്യ ഘടകമാണെന്ന് ചിന്തിക്കുന്ന നിമിഷം മുതൽ ക്രിറ്റിസിസത്തെ നമ്മൾ പേടിക്കില്ല. അപ്പം ഈ ക്യൂരിയോസിറ്റി ഒരു പരിധി വരെ നമ്മളാളുകളോട് ചോദിക്കുകയും അതിനെക്കുറിച്ച് തിരക്കുമ്പോൾ ചിലപ്പം അതിലെത്തത്തില്ല എന്ന് നമ്മളെ ആളുകൾ ധരിപ്പിച്ചേക്കാം. നമ്മൾക്ക് പക്ഷേ ഇത് പ്രോപ്പറായിട്ട് നമ്മുടെ പ്ലാനിങ്ങിൽ നമ്മളെ സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മളെ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ നമുക്ക് കഴിയും ഈ ക്യൂരിയോസിറ്റി നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതനുസരിച്ച്. ആക്ച്വലി നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അവസരങ്ങളില്ലാത്തത് കൊണ്ടാണ് ജീവിതം പരാജയപ്പെടുന്നതെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. സത്യത്തിൽ അതല്ല, അവസരങ്ങളില്ലാത്തതല്ല, അവസരങ്ങൾ നമ്മൾ കാണാത്തതാണ്. അല്ലെങ്കിൽ നമ്മൾ കാണാൻ ശ്രമിക്കുന്നില്ല. എന്തുകൊണ്ട് കാണാൻ ശ്രമിക്കുന്നില്ല? നമ്മളുടെ ആ ക്യൂരിയോസിറ്റി ഇല്ല. പിന്നെ മനുഷ്യനൊരു ടെൻഡൻസി, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കംഫർട്ട് സോണിൽ തുടരാനുള്ള ടെൻഡൻസി, ആ ദാരിദ്ര്യമാണെങ്കിൽ ആ ദാരിദ്ര്യത്തിൽ തന്നെ അങ്ങ് തുടരാനുള്ള, അതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ലായ്മ. അപ്പം അതിൽ നിന്ന് ഓവർകം ചെയ്യുന്നതിന് തീർച്ചയായിട്ടും നമ്മൾ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാവുന്ന മാർഗ്ഗങ്ങൾ തിരയുക മാത്രമേ മാർഗ്ഗമുള്ളൂ. പിന്നെ അതിന് ഈ ക്യൂരിയോസിറ്റി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ ഉള്ള മാർഗ്ഗങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതായത് അവോയ്ഡ് റിപ്പീറ്റേഷൻ, ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, ആ ഒരു രീതി അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ എന്ന് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റൂട്ട് മാറ്റി പിടിക്കണം. ഒരേ പാതയിൽ തന്നെ ഡ്രൈവ് ചെയ്യുന്ന, ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഞാൻ ടീച്ചേഴ്സിൻ്റെ കുറച്ച് സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ പലർക്കും കമ്പ്യൂട്ടർ അവയർനെസ് ഇല്ല. അപ്പം കമ്പ്യൂട്ടർ അവയർനെസ് ഇല്ലാത്ത ഞാൻ ക്ലോസ്ലി അവരെ വാച്ച് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് കമ്പ്യൂട്ടർ അവയർനെസ് ഇല്ലാത്തതെന്ന് നോക്കുമ്പം ഇവരിലേക്ക് പലരുടെയും ലാപ്ടോപ്പ് ഉണ്ട്, മൊബൈലിലൊക്കെ കമ്പ്യൂട്ടർ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ലാപ്ടോപ്പുകൾ ഉണ്ടായിട്ട് കൂടി അവർക്ക് കമ്പ്യൂട്ടർ അവയർനെസ് ഇല്ല. എന്തുകൊണ്ടാണ്? പല കൺട്രോൾസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തെറ്റുമെന്നുള്ള പേടി. അപ്പോൾ എന്നിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മാറി തെറ്റിയാൽ എന്താണ്? സിസ്റ്റം നിങ്ങളുടെ കയ്യിൽ തന്നെയല്ലേ ഉള്ളത്. ഈ കമ്പ്യൂട്ടർ പൊട്ടിത്തെറിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഒരു കമാൻഡ് മാറിക്കഴിഞ്ഞാൽ ഇത്ര മിസ്റ്റേക്കുകൾ വരാൻ പോകുന്നുള്ളൂ. അപ്പം ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ ഒഴിവാക്കിയിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാമെന്ന് ശ്രമിച്ചു നോക്കുക. കാരണം ഈ ശ്രമിക്കുന്നതിൻ്റെ മുമ്പിലേ പുതിയ അവസരങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഈ നമ്മൾ റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യുക, ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം. അതുപോലെ തന്നെ ഈ പ്രീ കണ്ടീഷനിങ്, നമ്മുടെ മൈൻഡിനെ പ്രീ കണ്ടീഷൻ ചെയ്ത് വെക്കാതിരിക്കുക. പ്രീ കണ്ടീഷൻ ചെയ്ത് വെക്കലെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മാത്രമേ യോഗ്യനായിട്ടുള്ളൂ അല്ലെ യോഗ്യമായിട്ടുള്ളൂ, ഇതിങ്ങനെ ആകുള്ളൂ എന്നാര് പറഞ്ഞു? ആരോ എപ്പോഴോ പറഞ്ഞ ഒരു അബദ്ധത്തെ നമ്മൾ ഇപ്പോഴും അങ്ങനെ തലയിൽ കയറ്റി നടക്കുകയാണ്. അല്ല, ഇതൊന്നും സംഭവിക്കില്ല എന്നാരാ പറഞ്ഞേ? എന്തുകൊണ്ട് സംഭവിക്കില്ല? കാരണം എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് സംഭവിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ ഇന്നത്തെ AI-യും നമ്മുടെ മോഡേൺ സോഫ്റ്റ്വെയറും ഒക്കെ തന്നെ പണ്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് വളരെ ഈസി ആയിട്ട് നടക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പം നമ്മളൊരു കാര്യം ഒരാളിനോട് അവതരിപ്പിക്കുന്ന സമയത്ത് അവർ പറയും ഇതൊന്നും നടക്കത്തില്ല. കാരണം എന്താ? അവർ പ്രീ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇതൊന്നും നടക്കത്തില്ല.
അതാണ് ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളും ഫെയിലാവുന്നൊരു കാര്യം അതാണ്. കാരണം ഇതൊന്നും ഇവിടെ നടക്കത്തില്ല എന്ന് 10-30 അല്ലെങ്കിൽ 40 വർഷമായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് അവരുടെ അധികാരം തന്നെ അവർക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ പല കാര്യങ്ങളും പുതുതായിട്ട് നടക്കും. അപ്പോൾ ഈ പ്രീ കണ്ടീഷനിങ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ മേക്ക് പോസിബിലിറ്റി സീക്കിങ് എ പ്രാക്ടീസ്. അത് ഒരു പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ്. നമ്മുടെ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ നമുക്ക് ആ ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. പക്ഷേ ഏതിലും ഒരു മറുവശമുണ്ട്, അല്ലെങ്കിൽ വേറൊരു പോസിബിലിറ്റി ഉണ്ട്, ഒരു സക്സസ് പോസിബിലിറ്റി ഇതിനകത്തുണ്ടോ എന്ന് കണ്ടെത്താനൊരു ശ്രമം, അതൊരു എക്സസൈസ് പോലെ നടത്തുന്നതാണ് നല്ലത്. എൻ്റെ ലീഡർഷിപ്പ് ട്രെയിനിങ്ങുകളിൽ, അതായത് സർട്ടിഫൈഡ് CPLP എന്ന് പറഞ്ഞ പ്രോഗ്രാം ഞാൻ നടത്തുന്നുണ്ട്. അതായത് IBUSD UK ലിമിറ്റഡിൻ്റെ CPD UK അക്രഡിറ്റഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് പേഴ്സണൽ ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി പ്രൊഫഷണൽ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം. ഇതൊരു ഹൈ ഇമ്പാക്റ്റ് ലീഡർഷിപ്പ് പ്രോഗ്രാമാണ്. സർട്ടിഫൈഡ് പേഴ്സണൽ ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി പ്രൊഫഷണൽ. ഈ കോഴ്സ് പാസ്സാവുന്ന വ്യക്തികൾ ഓർഗനൈസേഷന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. കാരണം അത്തരം ആളുകളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് പോസിബിലിറ്റീസ്, ഓരോ സാഹചര്യങ്ങളിലും പോസിബിലിറ്റി കണ്ടെത്താൻ എങ്ങനെ കഴിയും, പോസിബിലിറ്റി എങ്ങനെ തിരയണം, എങ്ങനെ കണ്ടെത്താൻ പറ്റും. അപ്പം ഇന്ന് മുതൽ നിങ്ങൾ ഈ അവസരം കിട്ടുന്നുണ്ടെങ്കിൽ ഈ വർക്ക്ഷോപ്പ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇത് 3 days വർക്ക്ഷോപ്പാണ്, 30 hours സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമാണ്. ഇതുമല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് മുതലൊരു പ്രാക്ടീസ് ആക്കുക. എങ്ങനെ പോസിബിലിറ്റി, എന്തിനും ഒരു സാധ്യത നമുക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു സാധ്യത ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്ന് ചിന്തിക്കുന്ന ഒരു എക്സസൈസ് ആക്കുക. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ബസ്സിലിരുന്നാണെങ്കിലും കാറിലിരുന്ന് യാത്ര ചെയ്യുമ്പോഴൊക്കെ തന്നെ ഇതൊരു പ്രാക്ടീസ് ആക്കുക. ഇതിനെ എങ്ങനെ സമൂഹത്തിന് മുതൽക്കൂട്ടാവുന്ന ഒരു പ്രൊഡക്റ്റാക്കി മാറ്റാം. എനിക്ക് വളരെ രസകരമായി തോന്നിയിട്ട് ഈ ബുക്ക് എഴുതുന്ന സമയത്ത് ഞാൻ ഈ ബുക്ക് ഇതിൻ്റെ മലയാളം വേർഷൻ എൻ്റെ അമ്മയെ വായിച്ച് കേൾപ്പിച്ച സമയത്ത് എൻ്റെ അമ്മ പഴയ ഒരു കഥ എന്നോട് പറയുകയാണ്. എൻ്റെ അമ്മ ഒരുപാട് കൃഷിസ്ഥലങ്ങൾ, അതായത് നെൽകൃഷിയൊക്കെ ഉള്ളൊരു വീട്ടിൽ നിന്നായിരുന്നു വരുന്നത്. അപ്പം എൻ്റെ ചെറുപ്പത്തിൽ അമ്മയുടെ നാട്ടിൽ, വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അമ്മയുടെ നാട്ടിൽ എന്നെ കൊണ്ട് നിർത്തി. അപ്പം വെക്കേഷൻ കാലത്തൊക്കെ അമ്മയുടെ കൂടെ അവിടെ പോയി നിൽക്കുമല്ലോ. അപ്പോൾ അന്ന് ഈ ഞങ്ങളുടെ അമ്മയുടെ വീടിന് താഴെ ഒരുപാട് വയലുണ്ട്. ഇവർക്ക് ഒരുപാട് വയലുകളൊക്കെ ഉള്ള ആളുകൾ. അപ്പം ഞാൻ കുറച്ച് നിലം കഴിഞ്ഞിട്ടാണ് വയൽ. അപ്പം ഞാൻ എൻ്റെ വല്യപ്പച്ചനോട് ചോദിച്ചു എന്നാണ് പറയുന്നത്, ഈ നിലത്തെ എങ്ങനെ വയലാക്കി മാറ്റാം. വളരെ ചെറുപ്രായത്തിൽ ഞാൻ ചോദിച്ചു, ഈ നിലത്തെ എങ്ങനെ വയലാക്കി മാറ്റാം. അപ്പം അപ്പച്ചൻ ഇതുപോലെ പറഞ്ഞത് നിലം ഇതാണെന്നൊക്കെ എന്നെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നും. അന്ന് ഞാൻ പറഞ്ഞത്, എന്നാൽ നമുക്ക് കുറച്ച് വെള്ളം അടിച്ച് കയറ്റി അല്ലെങ്കിൽ വെള്ളം കോരി ഒഴിച്ച് ഈ നിലത്തെ നമുക്ക് വയലാക്കി മാറ്റിക്കൂടി, അപ്പോൾ കുറച്ചുകൂടെ ഒരുപാട് വയലുണ്ടാവുമല്ലോ നമുക്ക് എന്ന് വളരെ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ ബ്രെയിനിൽ അന്നേ ഈ പോസിബിലിറ്റി തിരയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബുക്ക് ഞാൻ വായിച്ചു കൊടുത്തിട്ട് ഇത് കേട്ടിട്ട് എൻ്റെ അമ്മ എന്നോട് ഓർമ്മിപ്പിച്ച സംഭവം ഞാൻ പറയുകയാണ്. അപ്പം ഇത് നല്ലൊരു സ്വഭാവമാണ്. അതായത് നിങ്ങൾ എന്തിനൊരു പോസിബിലിറ്റി, അതായത് നഷ്ടമോ ലാഭമൊക്കെ പിന്നത്തെ കാര്യം. അപ്പോൾ നിങ്ങളൊരു പോസിബിലിറ്റി തിരയുന്നൊരു ഹാബിറ്റ് ജനറേറ്റ് ചെയ്യുക. അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഫെയിൽ ആകുമെന്നുള്ള സാഹചര്യങ്ങളിലൊക്കെ ഈ പോസിബിലിറ്റി തിരയുമ്പോഴാണ് ആൾട്ടർനേറ്റീവ് സീക്കറായി മാറും. ഈ ആൾട്ടർനേറ്റീവ് സീക്കറായി നമ്മൾ മാറുമ്പോൾ എന്താ, നമ്മൾ പരാജയപ്പെടത്തില്ല. കാരണം നമ്മൾ ഇവിടെ പരാജയപ്പെടുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും മേടിക്കും. എനിക്കിപ്പോഴും ഉമ്മൻചാണ്ടി സാറിനെ ഓർമ്മ വരുന്നത്. ഉമ്മൻചാണ്ടി സാറ് പറയുമല്ലോ, അതായത് 100 പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 10 വിജയിച്ചുള്ളത് മതി, 90 ഫെയിലായ പോയിക്കോട്ട് 10 വിജയിക്കുമല്ലോ എന്ന് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞ ഓർമ്മയുണ്ട്. അപ്പം എന്ന് പറഞ്ഞ പോലെ പ്രൊജക്റ്റുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോസിബിലിറ്റി സീക്കർ ആവണം. ഈ പോസിബിലിറ്റി സീക്കർക്ക് ഒരിക്കലും റെസ്റ്റ് ഇല്ല. പിന്നെ ഇതിനകത്തൊരു കാര്യം, നിങ്ങളുടെ ക്യൂരിയോസിറ്റി വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ വാർദ്ധക്യമാവുന്നത് കുറയും. നിങ്ങളെ വാർദ്ധക്യം ബാധിക്കില്ല, പ്രായമാവുന്നത് കുറയും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് പ്രായത്തിൽ, നമ്മുടെ APJ അബ്ദുൽ കലാമൊക്കെ അതാണ് സംഭവിക്കുന്നത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ APJ അബ്ദുൽ കലാമൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്ന വ്യക്തിയാണ്. ലാസ്റ്റ് മൊമെൻറ്റ് വരെ കർമ്മനിരതനാണ്. അപ്പം നമ്മളെ കർമ്മനിരതരാക്കണമെന്നതിൽ ഈ ക്യൂരിയോസിറ്റിക്ക് വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നൊരു സ്വഭാവം, ആരെ ക്രിട്ടിസൈസ് ചെയ്യാനല്ല, തർക്കിക്കാനല്ല, ക്വസ്റ്റ്യൻ അറിയാൻ വേണ്ടി ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നൊരു സ്വഭാവം ജനറേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫിയർ ഓഫ് ഫെയിലിയറിനെ ഓവർകം ചെയ്യുക. അതുപോലെ ഈ മൾട്ടിപ്പിൾ എക്സ്പോഷർ എൻകറേജ് ചെയ്യുക. മൾട്ടിപ്പിൾ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരേ രീതിയിൽ തന്നെ തുടരുന്നതെന്ന് വ്യത്യസ്തമായിട്ട് മൾട്ടിപ്പിൾ എക്സ്പോഷർ, നിങ്ങൾ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുക, എല്ലാവരുമായിട്ടും ഇടപെടുക. നിങ്ങൾ മതകാര്യങ്ങൾക്കും ഇടപെടണം, രാഷ്ട്രീയ കാര്യങ്ങൾക്കും ഇടപെടണം, നിങ്ങളുടെ എക്സിക്യൂട്ടീവ് സ്റ്റൈലിലും ഇടപെടണം, എന്നാൽ കർഷകരോടും ഇടപെടണം. അപ്പോൾ എല്ലാ ആളുകളും മൾട്ടിപ്പിൾ എക്സ്പോഷർ, എല്ലാ തുറകളിലും നമുക്ക് എത്താൻ കഴിയുന്നത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നമ്മളെ സഹായിക്കും.
അപ്പം ഞാനിതൊക്കെ തീർച്ചയായിട്ടും ഇത് എങ്ങനെയോ സംഭവിച്ചതായിരിക്കാം, പക്ഷേ പലപ്പോഴും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം ഒരു കാർ ഡീറ്റെയിലിംഗ് ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് കാർ കഴുകുന്നത്, അതിനുപയോഗിക്കുന്ന പമ്പ് എങ്ങനെയാണ്, അത് അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, ആ കാർ കഴുകുന്ന ആൾ എവിടെ നിന്നാണ് വരുന്നത്, അയാൾക്ക് ഇതിൽ എക്സ്പീരിയൻസ് എന്താണ്, അങ്ങനെ അവിടെ അവർ ചങ്ങാത്തം സൃഷ്ടിക്കും. ചങ്ങാത്തം സൃഷ്ടിക്കുന്ന കൂടുതൽ ക്വസ്റ്റ്യനുകൾ ചോദിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി എന്നിൽ ജനറേറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് കാർ വാഷിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊന്നും ആയിരിക്കത്തില്ല, എന്നാൽ തുടങ്ങിക്കൂടാകുകയില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കും ചിലപ്പം ഇത്തരം ബിസിനസ്